കൊല്ലം അഞ്ചലിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറിയ ആക്രമണം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ വെട്ടിപ്പൊളിച്ചു. ഒരു മാസം മുൻപ് നടന്ന സംഭവത്തിൽ 4 പ്രതികൾ ഇപ്പോൾ പോലീസ് പിടിയിലാണ്. മാടത്തറ സ്വദേശി റാഫിക്ക്, ബാദുഷ, നൌഫൽ, സുനീർ എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഡിസംബർ 7 രാത്രി 11ഓടെയാണ് അതിക്രമമുണ്ടായത്. അഞ്ചൽ ടൗണിന് സമീപത്ത് താമസിക്കുന്ന ഈസ്റ്റേൺ വില്ലയിൽ സലീമിന്റെ വീട്ടുമതിൽ ചാടിക്കടന്നാണ് 5 അംഗ സംഘം എത്തിയത്. വാളുമായി എത്തിയവർ ആദ്യം കൊലവിളി നടത്തി പരിഭ്രാന്തിയുണ്ടാക്കി. വീട്ടിലെ ജനൽ ചില്ലുകളും വാതിലും അടിച്ചു തകർത്തു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ തല്ലി തകർത്തു. അരമണിക്കൂറോളം വീടിന് ചുറ്റും നടന്ന് വധഭീഷണി മുഴക്കിയ ശേഷമാണ് അക്രമി സംഘം പോയത്. സലീമിന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന യുവാവുമായി സലീമിന്റെ മകൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ അയാൾ സുഹൃത്തുക്കളുമായി എത്തി ആക്രമണം നടത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണശേഷം ഒളിവിൽ പോയ പ്രതികളെ 1 മാസം പിന്നിട്ടിട്ടും പോലീസ് കണ്ടെത്തിയിരുന്നില്ല. ഇതിനിടെ പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതനുസരിച്ചാണ് പ്രതികൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. സ്റ്റേഷനിലെത്തിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കേസിലെ മറ്റ് 2 പ്രതികൾ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. എന്നാൽ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു വീട്ടിൽ കയറി ഗുണ്ടാവിളയാട്ടം നടത്തി 1 മാസം കഴിഞ്ഞിട്ടും അഞ്ചൽ പോലീസ് പ്രതികളെ പിടികൂടിയില്ലെന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നുവെന്നും വീട്ടുടമ സലീം പ്രതികരിച്ചു. ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കൊലവിളി നടത്തി, ഇറങ്ങി വാട, വെട്ടിക്കളയും തട്ടിക്കളയും കൊലവിളിയാണ് നടത്തി. അങ്ങനെയുള്ള പ്രതികൾക്ക് CCTV ദൃശ്യം വളരെ വ്യക്തമായിട്ട് പ്രതികളുടെ ഫോട്ടോ സഹിതം കൊടുത്തിട്ടും പോലീസ് ഇന്നേ വരെ അവരെ അറസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ശ്രമിക്കാതെ അവരെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഉണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.